തിലാവത്തിൻ്റെ സുജൂദ് സുന്നത്തുള്ള എത്ര സ്ഥലങ്ങൾ ഖുർആനിൽ ഉണ്ട്? ഉത്തരം 14. യാ അയ്യുഹൻ നബിയ്യു എന്ന് എത്ര തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്? ഉത്തരം 11 തവണ. ഖുർആൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം 58. ഖുർആൻ പാരായണ പ്രാരംഭത്തിൽ ഔദ് ഓതുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. ബറാഅത്ത് സൂറത്തിൽ ബിസ്മി ഓതുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം കറാഹത്ത്. ഖുർആനിലെ ഇൻദാറുകൾ അഥവാ മുന്നറിയിപ്പുകൾ എത്ര? ഉത്തരം 1000. താഴെ പറയുന്നവയിൽ ഖുർആനിൽ പറയപ്പെട്ട 6 നിറങ്ങളിൽ പെട്ടത് ഏത്? ഉത്തരം നീല. ഖുർആൻ അവതരിച്ചത് എത്ര കാലം കൊണ്ട്? ഉത്തരം 23 വർഷം. പർവ്വതത്തെ സത്യം ചെയ്ത് തുടങ്ങുന്ന സൂറത്ത് ഏത്? ഉത്തരം തൂർ. ഹിജായിയായ മുഴുവൻ അക്ഷരങ്ങളും ഉൾപ്പെട്ട സൂറത്ത് ഏത്? ഉത്തരം ഫത്ഹ്. ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഭൗതികവും പാരത്രികവുമായ ഭയാനതകളിൽ നിന്ന് സംരക്ഷണം നൽകും. സൂറത്ത് ഏത്? ഉത്തരം ദാരിയാത്ത്. ഈ സൂറത്തിലെ അവസാന ആയത്ത് ഓതിയപ്പോൾ നബിയോടൊപ്പം സത്യവിശ്വാസികളും ജിന്നുകളും സുജൂദ് ചെയ്തു. ഏത് സൂറത്ത്? ഉത്തരം ഖമർ. റഹ്മാൻ സൂറത്തിൽ എത്ര ആയത്തുകൾ ഉണ്ട്? ഉത്തരം 87. സൂറത്ത് ശരീഅ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം ജാസിയ. വരാനുള്ള തലമുറക്ക് മാതൃകയായി ആരുടെ ശരീരം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്? ഉത്തരം ഫിർഔൻ. ഖുർആനിലെ നിഷേധങ്ങൾ എത്ര? ഉത്തരം 1000. ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം ഖുർആനിലെ വാഗ്ദാനങ്ങൾ എത്ര? ഉത്തരം 1000. ഒരാൾ ഒരു സദസ്സിൽ നിന്നും എണീറ്റ് പോകുമ്പോൾ ഈ സൂറത്തിലെ അവസാന 3 സൂക്തം ചൊല്ലിയാൽ അന്ത്യനാളിൽ അവൻ്റെ പ്രതിഫലങ്ങളെല്ലാം പരിപൂർണമാക്കപ്പെടും. സൂറത്ത് ഏത്? ഉത്തരം സ്വാഫാത്ത്. ഹിജ്റക്ക് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്തുകൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം മക്കിയ്. ഹിജ്റക്ക് ശേഷം അവതരിക്കപ്പെട്ട സൂറത്തുകൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം മദനിയ്. ഖുർആനിൽ ആദ്യമായി അവതരിച്ച സൂറത്ത് ഏത്? ഉത്തരം അലഖ്. ഖുർആൻ പാരായണം കേൾക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. ഇവയിൽ ത എന്ന അറബി അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഏത്? ഉത്തരം ഇഖ്ലാസ്. രാത്രി നിത്യമായി പാരായണം ചെയ്യുന്നവന് ഒരു ബുദ്ധിമുട്ടും ബാധിക്കുകയില്ല. സൂറത്ത് ഏത്? ഉത്തരം തബാറക്ക. ഖുർആനിൽ ഖൈൻ എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നു? ഉത്തരം 2208. ഖുർആനിൽ ഐൻ എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നു? ഉത്തരം 9220. സൂറത്തുൽ മആരിജിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം സഅല സായിൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സംഭവം വിവരിക്കുന്ന സൂറത്ത്? ഉത്തരം ജിന്ന്. ഇഖ്ലാസ് സൂറത്തിന് എത്ര പേരുകൾ ഉണ്ട്? ഉത്തരം 20. താഴെ പറയുന്നവയിൽ ഇഖ്ലാസ് സൂറത്തിൻ്റെ പേരുകളിൽ പെടാത്തത് ഏത്? ഉത്തരം മുൻജിയ. പാരായണം ചെയ്യുന്നവന് ഹൂറുലീനിനെ വിവാഹം ചെയ്ത് കൊടുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത സൂറത്ത് ഏത്? ഉത്തരം ദുഹാൻ. ഖുർആനിൽ ഫ എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം 8449. ഖുർആനിൽ ലാം എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നു? ഉത്തരം 3432. സൂറത്ത് നബിയ്യ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്?
ഉത്തരം തഹ്രീം. താഴെ പറയുന്നവയിൽ തബാറക്കയുടെ പേരുകളിൽ പെടാത്തത് ഏത്? ഉത്തരം തൗഹീദ്. സൂറത്തുൽ ഖലമിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം നൂൻ. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവൻ്റെ തലയുടെ മുകൾ ഭാഗം മുതൽ പാദം വരെ അന്ത്യനാളിൽ പ്രകാശമായി നിൽക്കുന്ന സൂറത്ത് ഏത്? ഉത്തരം ഹാഖ. 7 വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്ത സൂറത്ത് ഏത്? ഉത്തരം വശംസി. ഇബ്ൻ അറബി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം ഖുർആനിലെ വാഗ്ദാനങ്ങൾ എത്ര? ഉത്തരം 1000. ഖുർആനിലെ ഇൻദാറുകൾ എത്ര? ഉത്തരം 1000. തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര? ഉത്തരം 7. ഇവയിൽ ഖുർആനിൽ പറയപ്പെട്ട നിറങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം കാപ്പി. ഖുർആനിൽ സമുദ്രം എന്ന് എത്ര തവണ പറഞ്ഞു? ഉത്തരം 40. ഖുർആനിൽ പർവ്വതം എന്ന് എത്ര തവണ പറഞ്ഞു? ഉത്തരം 30. ഇവയിൽ ഇഖ്ലാസ് സൂറത്തിൻ്റെ പേരുകളിൽ പെടാത്തത് ഏത്? ഉത്തരം മുനാജാത്ത്. ഖുർആനിൽ ഖാഫ് എന്ന അക്ഷരം എത്ര തവണ വന്നു? ഉത്തരം 6813. ഖുർആനിൽ ഖാഫ് എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നു? ഉത്തരം 9500. ഫാത്തിഹയുടെ ശേഷം ആമീൻ പറയുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. ഖുർആൻ തജ്വീദ് പ്രകാരം ഓതുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. തജ്വീദ് പഠിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. തജ്വീദ് പഠിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം ഫർള് കിഫായ. ഖുർആനിൽ മീം എത്ര പ്രാവശ്യം വന്നു? ഉത്തരം 36535. ഖുർആനിൽ നൂൻ എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നു? ഉത്തരം 40190. ഖുർആൻ പാരായണം കേൾക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. ഖുർആനിൽ ആദ്യമായി അവതരിച്ച സൂറത്ത് ഏത്? ഉത്തരം അലഖ്. ഖുർആനിലെ സൂറത്തുകൾ എത്ര? ഉത്തരം 114. ഖുർആനിൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ആയത്ത് ഏത് സൂറത്തിലാണ്? ഉത്തരം ബഖറ. ഖുർആനിലെ ഖണ്ഡികകൾ എത്ര? ഉത്തരം 540. ഖുർആൻ പാരായണം കേൾക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. ആർക്കാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്? ഉത്തരം മുഹമ്മദ് നബി. ഖുർആൻ ആര് മുഖേനയാണ് ഇറക്കിയത്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. ഖുർആനിൻ്റെ ഭാഷ ഏത്? ഉത്തരം അറബി. മറിയം റളിയല്ലാഹു അൻഹുവിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം 34. ഒരു കുപ്പായത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ആരുടെ കുപ്പായം? ഉത്തരം യൂസുഫ് നബി. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം യാസീൻ. മുസ്ഹഫിൽ അക്ഷരങ്ങൾക്ക് ആദ്യമായി പുള്ളി കൊടുത്ത ആൾ ആര്? ഉത്തരം അബ്ദുൽ അസദുൽ അലി. ഖുർആനിലെ ഫതഹുകളുടെ എണ്ണം എത്ര? ഉത്തരം 53223. ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ എണ്ണം എത്ര?
ഉത്തരം 25. താഴെ പറയുന്നവയിൽ ഖുർആനിൽ പറയപ്പെട്ട നിറങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം കാപ്പി. ഖുർആനിൽ ആദ്യമായി അവതരിച്ച സൂറത്ത് ഏത്? ഉത്തരം അലഖ്. മുസ്ലിമായതു മുതൽ ഞാൻ ഇനി കവിത എഴുതില്ല, എനിക്ക് ഖുർആൻ മതി എന്ന് പറഞ്ഞ പ്രസിദ്ധ സാഹിത്യകാരനായ സ്വഹാബി ആര്? ഉത്തരം ലബീദ് ബിനു റബീഅ. ഖുർആനിൽ അവസാനമായി അവതരിച്ച സൂക്തം ഏത് സൂറത്തിലാണ്? ഉത്തരം ബഖറ. ഖുർആനിലെ സൂറത്തുകൾ എത്ര? ഉത്തരം 114. ഖുർആനിലെ ജുസുകൾ എത്ര? ഉത്തരം 30. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്ന സമുദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്ത് ഏത്? ഉത്തരം സ്വാദ്. സൂര്യൻ ഉദിക്കുന്ന ദിവസത്തേക്കാളധികം ഞാൻ ഇഷ്ടപ്പെടുന്ന അധ്യായമാണെന്ന് നബി പറഞ്ഞ സൂറത്ത് ഏത്? ഉത്തരം ഫത്ഹ്. സൂറത്ത് ഖുറഫ് എന്ന പേരുള്ള സൂറത്ത് ഏത്? ഉത്തരം സുമർ. ഖുർആനിൽ ഷീൻ എന്ന അക്ഷരം എത്ര തവണ വന്നു? ഉത്തരം 2015. ഖുർആനിൽ സ്വാദ് എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നു? ഉത്തരം 2012. സൂറത്തുൽ ഗാഫിറിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം മുഅമ്മിൻ. സ്വർഗ്ഗ പൂന്തോട്ടത്തിൽ ഉല്ലസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സൂറത്ത് പാരായണം ചെയ്യണമെന്ന് നബി പറഞ്ഞ സൂറത്ത് ഏത്? ഉത്തരം ഗാഫിർ. അല്ലാഹു എന്ന പദം എല്ലാ ആയത്തുകളിലും പറയപ്പെട്ട സൂറത്ത് ഏത്? ഉത്തരം മുജാദല. ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഉത്തരം 2. താഴെ പറയുന്നവയിൽ ഖുർആനിൽ പറഞ്ഞ സ്ത്രീവർഗത്തിൽപ്പെട്ട ആരും ഗർഭം ചുമന്ന് പ്രസവിക്കാത്ത വസ്തുക്കളിൽ പെടാത്തത് ഏത്? ഉത്തരം ഈസാ അലൈഹിസ്സലാം. അല്ലാഹു എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം 2698. ഫാത്തിഹയിൽ ബിസ്മി ഓതുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം നിർബന്ധം. ഖുർആൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ പ്രയോഗിച്ചു? ഉത്തരം 58. ഖുർആനിൽ പറയപ്പെട്ട ഏക വനിത ആര്? ഉത്തരം മറിയം ബീവി. ഖുർആനിൽ ഹംദ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര? ഉത്തരം 5. ഖുർആനിൽ പറയപ്പെട്ട വലിയ സംഖ്യ എത്ര? ഉത്തരം ലക്ഷം. കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ ഓതൽ ഫലപ്രദമാണെന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ സൂറത്ത് ഏത്? ഉത്തരം ഫുസ്സിലാത്ത്. സൂറത്ത് അസഖ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം ശൂറ. ഖുർആനിൽ ത എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം 1277. ഈ സൂറത്ത് പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പാപം പൊറുക്കപ്പെട്ടവനായി നീച്ചും. സൂറത്ത് ഏത്? ഉത്തരം ദുഹാൻ. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം വാഖിഅ. വാഖിഅ സൂറത്തിൽ എത്ര ആയത്തുകൾ ഉണ്ട്? ഉത്തരം 99. ഇരുമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്ത് ഏത്? ഉത്തരം ഹദീദ്. ഇത് അവതരിക്കപ്പെടുന്ന സമൂഹത്തിന് ആശംസ എന്ന് മലക്കുകൾ പറഞ്ഞത് ഏത് സൂറത്ത് ഇറങ്ങിയപ്പോഴാണ്? ഉത്തരം ത്വാഹ. 29 ആയത്തുകളുള്ള ഈ സൂറത്ത് നിത്യപാരായണം ചെയ്യുന്നവന് ഇരുലോക വിജയമുണ്ടാകുമെന്ന് നബി പറഞ്ഞ സൂറത്ത് ഏത്? ഉത്തരം ഫത്ഹ്. ഖുർആനിന് എത്ര പേരുകൾ ഉണ്ട്? ഉത്തരം 20. ഇവയിൽ ഖുർആനിൻ്റെ പേരുകളിൽ പെടാത്തത് ഏത്? ഉത്തരം ഷിഫ. സബൂർ ഗ്രന്ഥം ആരുടെ മേലാണ് അല്ലാഹു ഇറക്കിയത്? ഉത്തരം
ദാവൂദ് നബി. ഈസാ നബിയുടെ മേൽ ഇറക്കിയ ഗ്രന്ഥം ഏത്? ഉത്തരം ഇഞ്ചീൽ. തൗറാത്ത് എന്ന ഗ്രന്ഥം അല്ലാഹു ഇറക്കിയത് ആരുടെ മേലാണ്? ഉത്തരം മൂസാ നബി. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏത്? ഉത്തരം കൗസർ. ഇല്യാസ് നബിയുടെ പേര് ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം 2. ജിബ്രീൽ എന്ന ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം 15. എട്ടുകാലി എന്നർത്ഥം വരുന്ന സൂറത്ത് ഏത്? ഉത്തരം അൻകബൂത്ത്. ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ഖുർആനിൽ എത്ര തവണ പറയുന്നുണ്ട്? ഉത്തരം 114. ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം ഫാത്തിഹ. മുഅവ്വിദതൈനി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏവ? ഉത്തരം നാസ്, ഫലഖ്. ഖുർആനിൻ്റെ അവതരണം എത്ര വർഷം കൊണ്ടാണ് പൂർത്തിയായത്? ഉത്തരം 23. ഖുർആനിൽ റ എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം 11,793. ഖുർആനിൽ സ്വാദ് എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം 1590. പച്ചപ്പും സമൃദ്ധിയും നിറഞ്ഞ 7 പൂന്തോട്ടങ്ങളിൽ ഒന്നാണ് ഈ സൂറത്ത് ഏത്? ഉത്തരം ജാസിയ. നരകത്തിൻ്റെ 7 വാതിലുകളിൽ നിന്നും രക്ഷിക്കും ഏത് സൂറത്ത്? ഉത്തരം അഹ്ഖാഫ്. താഴെ പറയുന്നവയിൽ സൂറത്ത് മുഹമ്മദിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം ഖിതാൽ. ഖുർആനിൽ സീൻ എന്ന അക്ഷരം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഉത്തരം 5991. എനിക്ക് ദുനിയാവിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട അധ്യായമാണിതെന്ന് നബി പറഞ്ഞ സൂറത്ത് ഏത്? ഉത്തരം മുഹമ്മദ്.